ഹലോ. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റിലൊരു ചെറിയ ചേഞ്ചസ് വരുത്താനുള്ള തീരുമാനം എടുത്തു. കാരണം കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടവരാണെങ്കിൽ ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ഇനി കാണാത്തവർക്കാണെങ്കിൽ ഞാൻ ചെറിയൊരു ഐഡിയ തരാം. ഞാനൊരു വെബ് സീരീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കഥയുടെ പേര് ടൈം പാസ് എന്നാണ്. ഓക്കെ, ടൈം പാസ് എന്ന് പറയുന്നത് ഒരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ ലൊക്കേഷൻ വരുന്നത് ഇതുപോലൊരു ലൊക്കേഷനാണ്. കടലും കടൽ തീരത്തുള്ള 2 വീടുകളും അങ്ങനെയുള്ളൊരു ലൊക്കേഷനായിരുന്നു നമ്മുടെ കഥയുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. ആ സ്ഥലം നമ്മൾ തപ്പിയിട്ട് നമ്മൾ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിലോടി. നമ്മൾ ആലപ്പുഴ പോയി. ആലപ്പുഴ എല്ലാ കടൽ തീരത്ത് ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മലപ്പുറം പോയി, എറണാകുളം, ചെറായി, വൈപ്പിൻ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ നോക്കി. കൊല്ലം സൈഡിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ അന്വേഷിച്ചു. ട്രിവാൻഡ്രത്ത് കുറേ കണക്ഷൻസ് ഉണ്ട്, അവർ ത്രൂ എല്ലാം അവിടെ എല്ലാം അന്വേഷിച്ചപ്പോൾ അതുപോലത്തെ ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടാനില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലായിടങ്ങളിലും കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 വീടുകൾ കടലിനോട് അടുത്ത് നമുക്ക് കിട്ടാത്തൊരു സ്റ്റേജ് എത്തി. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു സത്യത്തിൽ. ഓക്കെ, അങ്ങനെ ദിവസങ്ങളോളം നമ്മൾ ലൊക്കേഷന് വേണ്ടി ഓടി. ചിലപ്പോൾ മനോഹരമായിട്ട് ഉള്ള ലൊക്കേഷൻ, നമുക്ക് വേണ്ടതിനേക്കാളും മനോഹരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ലൊക്കേഷൻ എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരുപാട് ഓടി, നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ആ ലൊക്കേഷൻ കിട്ടാണ്ടായപ്പോൾ നമ്മൾ അവസാനം ആർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇത് സെറ്റ് ഇടാനുള്ളൊരു പ്ലാനിലെത്തി. അപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് കടൽ തീരത്ത് അതുപോലത്തെ ഒരു വീട് കിട്ടിയാൽ ഏകദേശം കുറച്ച് മാറ്റങ്ങളൊക്കെ ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടതുണ്ട് കഥയുടെ ഒരു സ്വഭാവം വെച്ച്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് നമുക്ക് ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അങ്ങനത്തെ വീടേ കിട്ടാതായപ്പോൾ നമ്മൾ ടോട്ടലി ഒരു വീട് തന്നെ നമ്മൾ സെറ്റ് ഇടാന്നുള്ളൊരു പ്ലാനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു എമൗണ്ട് ആർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്തു. നല്ലൊരു എമൗണ്ട് നമുക്കത് സെറ്റിന് വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ കറൻ്റ്ലി സ്റ്റക്കായി നിൽക്കുന്നൊരു സ്റ്റേജായിരുന്നു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഒറ്റ ഓപ്ഷനുള്ളൂ ഇനി കഥയിൽ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയ റൈറ്റർ എന്ന നിലയിലും ചെറിയ ഡയറക്ടർ എന്ന നിലയിലും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്രിയേഷനകത്തൊരു ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റൊക്കെ ലോക്ക്ഡ് ആയിരുന്നു, അതിനകത്തൊരു ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു 2 ദിവസം ഞാൻ മര്യാദക്കൊന്നിരുന്ന് ആലോചിച്ചു. ചെറിയൊരു ഡെവലപ്മെൻറ്റ്, കഥയെ കോട്ടം പറ്റാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ചേഞ്ചസ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അത് എഴുതാനിരിക്കണം, അത് എഴുതി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ ഞാൻ പറയാം. സത്യത്തിൽ ഭയങ്കര സ്റ്റക്കായി നിന്നൊരു സ്റ്റേജായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ടൈം പാസ് എന്ന പ്രൊജക്റ്റിന് സെറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്തായാലും നമുക്കിപ്പോൾ താങ്ങുന്നതല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്ക്രിപ്റ്റിൽ കോട്ടം പറ്റാത്ത രീതിയിൽ, കഥയ്ക്ക് കോട്ടം പറ്റാത്ത രീതിയിൽ, കഥാപാത്രങ്ങൾക്ക് കോട്ടം പറ്റാത്ത രീതിയിൽ, ലൊക്കേഷന് കോട്ടം പറ്റാത്ത രീതിയിൽ ഒരു ചേഞ്ചസ് വരുത്താനുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എഴുതാനിരിക്കണം, അതൊന്ന് തിരുത്തണം. ഓക്കെ, അപ്പോൾ ബാക്കി പരിപാടികൾ കാണാം കേട്ടോ. ബൈ.